വാർത്തകളിലേക്ക് പോകുമ്പോൾ കാസർഗോഡ് കുമ്പളയിൽ പോലീസ് പിന്തുടരുന്നതിനിടെ കാർ മറിഞ്ഞ് വിദ്യാർത്ഥി മരിച്ച സംഭവത്തിൽ ക്രൈംബ്രാഞ്ച് SP ഇന്ന് റിപ്പോർട്ട് സമർപ്പിക്കും. ക്രൈംബ്രാഞ്ച് ഇന്ന് SP-ക്ക് റിപ്പോർട്ട് സമർപ്പിക്കും. ക്രൈംബ്രാഞ്ച് റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ പോലീസുകാർക്കെതിരെ തുടർ നടപടി സ്വീകരിച്ചേക്കും. അതേസമയം ഫർഹാസിന്റെ കുടുംബം ഈ മരണത്തിൽ CBI അന്വേഷണമാണ് ആവശ്യപ്പെടുന്നത്. ഇതിൻ്റെയൊക്കെ വിവരങ്ങളും വിശദാംശങ്ങളുമായി സണ്ണി ജോസഫ് ജോസഫ് നമ്മോടൊപ്പം ചേരുകയാണ്. ജോസഫ് അഗസ്റ്റിൻ. ജോസഫ്, എന്തൊക്കെയാണ് ഇതേ സംബന്ധിച്ചുള്ള വിവരങ്ങൾ? കുടുംബം CBI അന്വേഷണമാണോ ആവശ്യപ്പെടുന്നത്? അജിംഷാദ്, ആദ്യം മുതൽക്ക് തന്നെ കുടുംബം ആവശ്യപ്പെടുന്നത് ഈ ഫർഹാന്റെ മരണവുമായി ബന്ധപ്പെട്ട് ക്രൈംബ്രാഞ്ചിന്റെ അന്വേഷണം തൃപ്തികരമല്ല എന്നുള്ളതാണ്. അപ്പോൾ ഇന്ന് ക്രൈംബ്രാഞ്ച് ജില്ലാ ക്രൈംബ്രാഞ്ച് SP-ക്ക് റിപ്പോർട്ട് സമർപ്പിക്കാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ കുറെ ആളുകളുടെ മൊഴിയൊക്കെ രേഖപ്പെടുത്താത്തതിനാൽ ഈ റിപ്പോർട്ട് സമർപ്പിക്കുന്നത് നീളാനാണ് സാധ്യതയുള്ളത്. അങ്ങനെയെങ്കിൽ വരും ദിവസങ്ങളിലെ റിപ്പോർട്ട് സമർപ്പിക്കുകയുള്ളൂ. എന്താണേലും ഈ ക്രൈംബ്രാഞ്ചിന്റെ അന്വേഷണവുമായി ബന്ധുക്കൾ യാതൊരു തരത്തിലും യോജിക്കാത്തൊരു അവസ്ഥയാണ് ഉള്ളത്. അവർ ജുഡീഷ്യൽ അന്വേഷണം വേണമെന്നും CBI-യുടെ അന്വേഷണം ആവശ്യമാണെന്നാണ് ഈ കാര്യത്തിൽ പറയുന്നത്. കാരണം പോലീസിനെ സംരക്ഷിക്കുന്ന നടപടിയാണ് ഇപ്പോൾ SP-യും മറ്റു ക്രൈംബ്രാഞ്ചും സ്വീകരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിൽ കൃത്യമായിട്ടുള്ള അന്വേഷണം നടക്കുന്നതിൽ തടസ്സങ്ങളുണ്ട്. ആയതിനാൽ തന്നെ ഒന്നുകിൽ ജുഡീഷ്യൽ അന്വേഷണം വേണം, അല്ലെങ്കിൽ CBI അന്വേഷണം വേണം എന്ന ഉറച്ച നിലപാടിൽ തന്നെയാണ് ഇപ്പോൾ കുടുംബമുള്ളത്. അജിംഷാദ്. ജോസഫ് അഗസ്റ്റിൻ, അതായത് ഈ കുടുംബം ഒരുപക്ഷെ ഈ പിന്തുടർന്നു പോകുന്ന ഘട്ടത്തിൽ അല്ലെങ്കിൽ പിന്തുടരാൻ ഉള്ള ആവേശം പോലീസ് കാണിക്കുന്നു. അത് തീർച്ചയായും ചട്ടങ്ങൾക്ക് വിരുദ്ധമാണ്. കാരണം പോലീസിന് നൽകിയിട്ടുള്ള നിർദ്ദേശം പോലും എങ്ങനെ പിന്തുടർന്ന് പിടിക്കരുത് എന്നാണ് പല ഘട്ടങ്ങളിലും മുമ്പും. അത് പോലീസ് ലംഘിച്ചു എന്നതല്ലാതെ ഇതിനകത്ത് എന്ത് നിഗൂഢതയാണ് ഉള്ളത് CBI അന്വേഷിക്കണം എന്ന ആവശ്യത്തിലേക്ക് കുടുംബത്തെ എത്തിക്കുന്നത്? അതായത് ബന്ധുക്കൾ ആരോപിക്കുന്നത് ഈ കുറ്റാരോപിതരായിട്ടുള്ള ഈ പോലീസുകാർ മദ്യപിച്ചിരുന്നു എന്നാണ് ഈ ബന്ധുക്കൾ ആരോപിക്കുന്നത്. അതായത് ഫർഹാസിന്റെ മൊഴിയിലും സുഹൃത്തുക്കൾ, അതായത് അപകടം സംഭവിച്ച് മരിച്ച കുട്ടിയുടെ മൊഴിയിലും കുട്ടിയുടെ സുഹൃത്തുക്കളുടെ മൊഴിയിലും ഈ പോലീസ് ഉദ്യോഗസ്ഥർ മദ്യപിച്ചിരുന്നതായിട്ട് ബന്ധുക്കൾ ആരോപിക്കുന്നുണ്ട്. ഇത് എത്രത്തോളം വാസ്തവമാണെന്നുള്ള കാര്യം നമ്മൾക്ക് ഇപ്പോഴും സ്ഥിരീകരിക്കാനാവുന്നില്ല. പക്ഷേ ഈ പോലീസ് ഉദ്യോഗസ്ഥർ മദ്യപിച്ചു, മാത്രവുമല്ല ഈ ഗുരുതരമായിട്ടുള്ള അനാസ്ഥയും പോലീസിന്റെ ഭാഗത്തുനിന്നുണ്ടായി. ഈ 2-3 കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചാണ് ഈ പോലീസിനെതിരെ അവർ ശക്തമായിട്ടുള്ള ആരോപണങ്ങൾ ഉന്നയിക്കുന്നതും ഈ മറ്റൊരു ഏജൻസിയെ കൊണ്ട് അന്വേഷിപ്പിക്കണമെന്ന് ആവശ്യപ്പെടുന്നതും. അജിംഷാദ്.